ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗാണേ. ഒരു രാത്രിയിൽ ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോയൊരു വ്ളോഗാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്. ഉഷാൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മാവേലിക്കരയിൽ പുഷ്പമേള നടക്കുന്നുണ്ട്, അപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ട്, കാണാൻ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ചോദിച്ചു പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രാത്രി ഇപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയി. ഞാനും ദേവൂട്ടനും ഉഷാനും കൂടെ പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ പെൺപിള്ളേർക്ക് കൂടുതലും ഇഷ്ടം എപ്പോൾ പോകാനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഒരു 99% ആൾക്കാരും പറയും രാത്രി പോകാനെന്ന്. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി എവിടെയെങ്കിലും കറങ്ങാൻ പോകുക. പക്ഷേ ഇഷ്ടമല്ലാത്തവരും ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ രാത്രി പോകാൻ ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എനിക്കും അച്ഛനും ഒക്കെ രാത്രി പോകാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന്, അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ചേട്ടൻ പോയി ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി. ആ ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. ഇതേ കണ്ടോ, ഇതിങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവിടെയൊക്കെ ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ കുറച്ച്. ദേവൂട്ടനാണെങ്കിൽ സാധാരണ അവന് ഗാനമേള മാത്രമായിട്ട് കാണാൻ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. കുറേ കഴിയുമ്പോഴത്തേനും അവന് ബോറടി, നമുക്ക് ഇവിടുന്ന് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാനൊക്കെ രസമായതുകൊണ്ട് നമുക്കിത് കൊള്ളാം, ഇത് നമുക്കിത് കണ്ടിട്ട് പോകാം കേട്ടോ, കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ഇങ്ങനെ പോയപ്പോഴാണ് അവിടെ നല്ല അടിപൊളിയായിട്ട് ഓരോന്നിങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഈ ഈന്തപ്പഴം, പിന്നെ ഇത് ചേന ചെത്തി കണ്ടോ, ഇത് ഈന്തപ്പഴമാണേ. കണ്ടോ, ഞാനത് അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചതാണ്. ദൂരെ നോക്കുമ്പോഴത്തേനും അറിയത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല കല്ല് വല്ലതും ആയിരിക്കുമെന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ കല്ലല്ല. ഇത് കണ്ടോ, ചേന ഇങ്ങനെ കൊണ്ട് ചെത്തി ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. അതുപോലെ മത്തങ്ങ, അടുത്ത് കാണുന്നത് മത്തങ്ങയാണ്. മത്തങ്ങയും കൊണ്ട് അവർ നോക്കിയേ കണ്ടോ, എന്ത് അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്ന. ഓമയ്ക്ക, മത്തങ്ങ കണ്ടോ, മത്തങ്ങയാണെന്ന് അറിയാൻ വേണ്ടി ഞാനത് അങ്ങനെ മുറയിലോട്ട് കൊണ്ട് കാണിച്ചതാണ്. സെറ്റായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ എന്താ പവിത്രക്കപ്പ വലിയത്, അങ്ങനെ കുറേ സാധനത്തിൻ്റെയൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേ ഇതിൽ പേരൊക്കെ കുറേ കാണാം. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഒന്നും എടുത്തില്ല. കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നടന്ന് വന്നപ്പോൾ പിന്നെ നേഴ്സറി ആയിരുന്നു. അവിടെ ഇങ്ങനെ വിത്തുകൾ, വൃക്ഷത്തൈകൾ, മറ്റേ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ഫലങ്ങളുള്ള വൃക്ഷത്തൈകൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെന്നാലും ദേവൂട്ടന് ഇത് വേണം, ഇത് മസ്റ്റാണ്. ഇനി ഇത്ര കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, അവനിത് വേണം. പിന്നെ നമ്മൾ ആ ഗാനമേളയൊക്കെ ഗാനമേളയെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴായിരുന്നു ഞാനിങ്ങനെ വീഡിയോ കുറച്ചെടുത്ത് വെച്ചപ്പോൾ ഈ ഒരു അപ്പൂപ്പനും 2 പേരുമൊക്കെ അവിടെ ഭയങ്കര ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചവർ ഇതുപോലെ കളിക്കുന്നില്ല. നമുക്ക് ആ ഡാൻസ് കാണാവേ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഗാനമേളയ്ക്ക് പോയപ്പോൾ കറക്റ്റ് 10 മണിയായപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തായിരുന്നേ. ഇത് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടും ഇവർ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് ദേ ഇങ്ങനെ പല സൈസിലെ പൂക്കളും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ, കുറേ ഉണ്ടേ. അപ്പോൾ ഞങ്ങൾ പൂക്കളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ 11 മണിയായപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കിടന്ന്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.